നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ KCC ബിൽകോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ ആലപ്പുഴ ചേർത്തല ബൈപ്പാസ് മുതൽ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെയുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ തുറവൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒറ്റപ്പുന്ന വരെയുള്ള അപ്ഡേറ്റ് ആയിരുന്നു. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതിപ്പം നമ്മുടെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പം ചെയ്യുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പുന്ന മുതൽ എക്സ്റേ ജംഗ്ഷൻ വരെയുള്ള ചേർത്തല ബൈപ്പാസിൻ്റെ ഒരു വീഡിയോയും അത് കഴിഞ്ഞിട്ട് എക്സ്റേ ജംഗ്ഷൻ മുതൽ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കൊമ്മാടി വരെയുള്ള ഒരു അപ്ഡേറ്റുമായിട്ട് രണ്ടായിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഒരുമിച്ച് അങ്ങ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചേർത്തല ബൈപ്പാസിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തപ്പം അധികം വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഒറ്റപ്പുന്ന കഴിഞ്ഞിട്ട് നേരെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പം ഒറ്റപ്പുന്നയിലെ അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം വന്ന് റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഒറ്റപ്പുന്നയിലെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡുകളുടെയൊക്കെ പണി കുറച്ച് കഴിഞ്ഞ് കിടക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഭാഗത്തായിട്ട് എത്തുമ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞ് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. വലത്തേ സൈഡിലായിട്ടുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണം അതിതുവരെയായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിനു വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കുന്ന പരിപാടി ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നേരെ അർത്തുങ്കൽ ബൈപ്പാസ് റോഡ് വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം അവിടെ ഒരു അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ട്. ഇവിടെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെയും നമ്മൾ മുമ്പോട്ട് വരുന്ന അണ്ടർപാസിൻ്റെ ഇടയ്ക്കായിട്ടുള്ള പണികൾ വലുതായിട്ട് തുടങ്ങിയിട്ടില്ല. നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വരുന്ന വഴിക്ക് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം ഒരു 4 മാസം മുമ്പേ ഉള്ള വീഡിയോയിൽ ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണിട്ട് തുടങ്ങിയതുപോലും ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ദൃശ്യങ്ങൾ കാണുന്നത്. അപ്പം ഇവിടെ താണ്ട അപ്രോച്ച് റോഡ് ഒരു സൈഡിലായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. മീഡിയൻ വരുന്ന ഭാഗത്തെയും പിന്നെ 2 സൈഡിലെയും ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തെയും പണികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. പ്രധാനമായിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് അപ്രോച്ച് റോഡിന് ഉള്ള പണികൾ ഇനി പുരോഗമിക്കാനുണ്ട്. അത് ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. എന്തോ വിഷയമുണ്ടെന്നും തോന്നുന്നു. നമ്മളിനി നേരെ വരുന്നത് ഹൈവേ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. പിന്നെ അവിടെയാണൊരു പാലവും പിന്നെ 2 സൈഡിലുമായിട്ടുള്ളൊരു അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷനും. അവിടെ കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഹിൽ ടോപ്പ് ഹോട്ടലൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. നേരത്തെ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുള്ള അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻറ്റും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ്. കുറേ നാളിന് മുമ്പേ എനിക്ക് തോന്നിക്കുന്ന ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഇവിടെ മഴയൊക്കെ പെയ്തിരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ പല വാർത്താ മാധ്യമങ്ങളിൽ കൂടിയും വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് 2 സൈഡിലുമായിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഇപ്പം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തോടാണ്. തോട് ക്രോസ് ചെയ്ത് പോവുകയാണ്. അപ്പം വെള്ളം ഒഴുകിപ്പോകാത്തതൊരു പ്രശ്നം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇവിടെ പല സമരങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത്. അതിപ്പം മാറിയിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പം ഹൈവേ പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണി ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കുറച്ച് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചെറിയ വാൾ ബ്ലോക്കും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ വരുന്നത് എക്സ്റേ ജംഗ്ഷൻ വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം കുറേ നാളിന് മുമ്പേ ആ മഴ പെയ്തിരുന്ന സമയത്ത് ഇതുവഴി ഞാൻ കടന്നുപോയ സമയത്ത് പോലീസുകാർ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ വലത്തോട്ട് ചേർത്തല ബസ് സ്റ്റാൻഡ് വഴിയുള്ള റോഡിൽ കൂടി അരുക്കുറ്റി ചെന്ന് കയറുന്ന വഴി കൂടിയാണ് എറണാകുളം ഭാഗത്തോട്ട് നിന്ന് കടത്തി വിട്ടത്. നമ്മൾ എക്സ്റേ ജംഗ്ഷൻ വരുന്ന ഭാഗത്തായിട്ട് അണ്ടർപാസിൻ്റെ പണി ഇത്രത്തോളം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇത് നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിക്കുന്നത് ഇവിടുന്ന് കുറച്ചും കൂടെ ഈ ഒരു അണ്ടർപാസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു ഫ്ലൈ ഓവറാക്കി മാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം എന്താണ്, നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് പൈലിംഗ് വർക്കുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നിക്കുന്നത് കുറച്ചും കൂടെ നീട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ വരെ നീട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ 2 സൈഡിലും ചെറിയ വാൾ ബ്രിക്സ് വെച്ചിട്ട് അവർ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി KCC ബിൽകോൺ കമ്പനി നടത്തിക്കൊണ്ട് വരികയാണ്. മിക്കവാറും ഇതേപോലെ തന്നെ നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ തെക്കേ എൻ്റെ ഭാഗത്തായിട്ടുള്ള കളർകോട് വരുന്ന ഭാഗത്തും ഇതേപോലെ ചെയ്യാനുള്ള പ്ലാനിലുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ ഇപ്പം മണ്ണ് ടെസ്റ്റ്
പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് മണ്ണ് ടെസ്റ്റ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ആ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു ഫ്ലൈ ഓവർ പോലെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മളിപ്പം എത്തിയിരിക്കുന്ന സ്ഥലത്തായിട്ട് തന്നെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ ഇപ്പോൾ കഴിഞ്ഞ ഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് 2 സൈഡിലുമായിട്ട് ചെറിയ കോൺക്രീറ്റിൻ്റെ തൂണ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പം മതിലകം ഭാഗത്തായിട്ടും നമ്മൾ എത്തുമ്പം അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 11 മൈൽ അണ്ടർപാസ് എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് മതിലകം ഭാഗത്തായിട്ട് അടുത്തൊരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണിയും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എക്സ്റേ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്നിടത്ത് നേരെ പെട്രോൾ പമ്പ് വരുന്ന ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ദാണ്ട് മുമ്പോട്ട് മതിലകം ഭാഗത്തായിട്ട് വരുമ്പോൾ ദാണ്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 സൈഡിലും തൂണിൻ്റെ നിർമ്മാണവും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ പിന്നെ എക്സ്റേ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു അണ്ടർപാസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മൈൽ വരുന്ന ഭാഗത്തായിട്ടാണ് പിന്നൊരു അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. അതിപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 11 മൈൽ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ ഉള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറിങ് വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ആദ്യത്തെ ലെയർ ടാറിങ് വർക്കുകളാണ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മാസത്തിന് മുമ്പേ ഉള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ ഏകദേശം കഴിയാറായിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പേ ഉള്ള കാഴ്ചകൾ. ഇപ്പം ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഭാഗികമായിട്ട് വാഹനങ്ങൾ കടന്നു പോകത്തക്ക രീതിയിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടില്ല, ഡൈവർഷൻ കൊടുത്തിട്ടില്ല ഇങ്ങനെ പോകേണ്ടതെന്നുള്ളത്. ആൾക്കാരല്ലാതെ തന്നെ കയറി പോവുകയാണ്. അപ്പം സാധാരണ രീതിയിൽ നമ്മൾ സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. പക്ഷേ ആൾക്കാർ ഇതുവഴി കയറി പോകുന്നുണ്ട്, കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. നമ്മളിനി ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പം ഒരുപാട് സ്ഥലത്തും ഇതേപോലെ തന്നെ അണ്ടർപാസുകളുടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞ ഭാഗത്തുകൂടി വാഹനങ്ങളൊക്കെ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം പല സ്ഥലത്തും അണ്ടർപാസുകളുടെ മുകളിൽ കൂടി ഡൈവർഷൻ കൊടുത്തിട്ടില്ലാത്ത സ്ഥലത്തു കൂടി ആൾക്കാർ തന്നെ അങ്ങ് കയറി പോകുന്നുണ്ട്. നമ്മളിനി 11 മൈൽ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. അതാണ്ട് അണ്ടർപാസ് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ അതാണ്ട് ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് 2 സൈഡിലുമായിട്ട് ചെറിയ തൂണുകളുടെ നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ 11 മൈൽ കഴിഞ്ഞേച്ച് പിന്നെ അടുത്ത അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിഴ അണ്ടർപാസ്സാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ മായിത്തറ എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടത്തേക്ക് പണികൾ ഇനി പുരോഗമിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കായിട്ട് വരുന്ന മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണികളാണ് ഇനി ചെയ്ത് തീർക്കാനായിട്ടുള്ളത്. ബാക്കി 2 സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ പണികളും പിന്നെ ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തേക്ക് പെയിൻറ്റിങ് വർക്കുകളും കാര്യങ്ങളുമൊക്കെ കുറച്ച് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മീഡിയൻ വരുന്ന ഭാഗത്തായിട്ടുള്ള കോൺക്രീറ്റുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നേരെ മുമ്പോട്ട് വരികയാണ്. നമ്മൾ തിരുവിഴ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. കുറേ കൂടി വർക്ക് ഫാസ്റ്റായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരുവിഴ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഏരിയയിലും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറേ കൂടിയൊക്കെ പണികൾ ഫാസ്റ്റായിട്ട് നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. KCC ബിൽക്കോൺ രണ്ടും കൽപ്പിച്ചിട്ടുള്ള പണിയാണ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരുവിഴ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തിരുവിഴ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള കഴിഞ്ഞ വീഡിയോ ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ഇതിപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റോളം വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ പരിശോധിച്ച് നോക്കിയപ്പം ജസ്റ്റ് ഇവിടെ പഴയ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് ചെറിയ വാൾ ബ്രിക്സ് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രത്തോളം പണി ഇവിടെയും പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് തന്നെ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അണ്ടർപാസിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടുള്ള ഭാഗത്തായിട്ട് 2 സൈഡിലുമായിട്ട് ഫ്രിക്ഷൻ സ്ലാബും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം കുറേ കൂടി പണികളൊക്കെ പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം ഫാസ്റ്റായിട്ട് തന്നെയാണ് പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരുവിഴ അണ്ടർപാസ് കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് വരുന്നത് കണിച്ചുകുളങ്ങര അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ് കണിച്ചുകുളങ്ങര ഭാഗത്തായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ മുമ്പോട്ട് വരുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിച്ചുകുളങ്ങര അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു അണ്ടർപാസ്സാണ്. ചെറിയൊരു മിനി ഫ്ലൈ ഓവർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ രീതിയിൽ അണ്ടർപാസിനേക്കായി വലിയൊരു അണ്ടർപാസ്സാണ് അവിടെ ചെയ്തിരിക്കുന്നത്. വലിയൊരു അണ്ടർപാസ് എന്ന് പറയുമ്പോൾ വെഹിക്കുലർ അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷനാണ്, ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷനാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്യുമെന്ന് പറയുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കൂടുതലായിട്ട് മണ്ണ് കൊണ്ടുവന്ന് നിരക്കത്തേണ്ട പണിയാണ് നടക്കാനുള്ളത്. അതുകൊണ്ട് ഇത് ഇത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ചേർത്തല ഭാഗത്തോട്ടൊക്കെ വരുമ്പം ഈ
കണിച്ചുകുളങ്ങര ഭാഗം എത്തിയെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു വലത്തേ സൈഡിലായിട്ടുള്ള അമ്പലത്തിൻ്റെ കാണിക്കവഞ്ചിയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കണിച്ചുകുളങ്ങര എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം സ്ഥലങ്ങളിപ്പോൾ ഒരുപാട് അറിയാൻ പറ്റാത്ത രീതിയിലോട്ടായിട്ടുണ്ട്. നമ്മളിപ്പം ആലപ്പുഴയിൽ നിന്നൊക്കെ ചേർത്തലയിലോട്ട് വരുമ്പോഴും ചേർത്തല കഴിഞ്ഞ് ആ എക്സ്റേ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് വെച്ച് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പം സത്യം പറഞ്ഞാൽ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ്. എവിടെയാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പല സ്ഥലങ്ങളിലേക്ക് ബിൽഡിങ് എത്തുമ്പോഴാണ് പിന്നെ അയ്യോ നമ്മളിവിടെ എത്തിയെന്ന് അറിയാൻ പറ്റുന്നത്. സത്യത്തിൽ നമ്മൾ കണിച്ചുകുളങ്ങര എത്തുമ്പം വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണികൾ ഇനിയും ബാക്കിയുണ്ട്. കുറേ കൂടി മണ്ണിട്ട് ലെവൽ ചെയ്യാനുള്ള പണികളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ട് ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുന്നോട്ട് വരികയാണ്. നമ്മൾ SN കോളേജ് വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. SN കോളേജ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം ചെറിയൊരു ഗ്യാപ്പ് ക്രാഷ് ബാരിയറിനകത്ത് കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ തൽക്കാലത്തേക്കൊന്ന് ക്രോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കോളേജിലെ കുട്ടികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് ക്രോസ് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. അപ്പം സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ SN കോളേജ് കഴിഞ്ഞിട്ട് SL പുരം കഞ്ഞിക്കുഴി വരുന്ന ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഞ്ഞിക്കുഴി എത്തുന്നതിന് മുമ്പേ AS കനാൽ കടന്നു പോകുന്ന ഭാഗത്തായിട്ട് പണി നടക്കുന്നുണ്ട്. അതിന് മുന്നേ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഹൈറ്റിലായിട്ടാണ് നമ്മുടെ ആറുവരിപ്പാത കടന്നു പോകുന്നത്. ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡ് കുറച്ച് താഴ്ചയിൽ കൂടിയാണ് പോകുന്നത്. അപ്പം മുന്നോട്ട് വരുമ്പം നമ്മൾ AS കനാൽ കടന്നു പോകുന്ന ഭാഗത്തായിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വലത്തേ സൈഡിലായിട്ട് പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് 2 പിയറുകളുടെ നിർമ്മാണം ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ പൈലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം പണി ഏതാണ്ട് ഇത്രത്തോളം ഘട്ടത്തിലായിട്ട് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ SL പുരം വരുന്ന ഭാഗത്തായിട്ട് കഞ്ഞിക്കുഴി വരുന്ന ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞു വന്ന AS കനാലിൻ്റെ അടുത്ത് 2 സൈഡിലുമായിട്ടുള്ള സർവീസ് റോഡ് അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അവിടെ ഇനി സർവീസ് റോഡിൻ്റെ അടുത്തായിട്ട് തന്നെ പാലത്തിൻ്റെ നിർമ്മാണവും കൂടി പുരോഗമിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്ന SL പുരം കഞ്ഞിക്കുഴി വരുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ കഴിഞ്ഞ വീഡിയോ പരിശോധിച്ചപ്പം പഴയ പോലെ തന്നെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. മുന്നോട്ട് വരുന്നിടത്ത് പഴയ റോഡ് കടന്നു പോയിരുന്ന ഭാഗമൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരുന്ന പണിയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇപ്പം അതേപോലെ തന്നെ കിടക്കുകയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കഞ്ഞിക്കുഴി വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് പറയത്തക്ക രീതിയിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞേച്ച് നമ്മൾ കഞ്ഞിക്കുഴി കഴിഞ്ഞേച്ച് കളിത്തട്ട് വരുന്ന ഭാഗത്തേക്കാണ്. അത് കഴിഞ്ഞേച്ച് പിന്നെ വളവനാട്, പിന്നെ കൃപാസനം, അങ്ങനെ നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി നേരെ മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളവനാട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞേച്ച് പിന്നെ കൃപാസനം വരുന്ന ഭാഗത്തായിട്ടുള്ള ടോൾ പ്ലാസ വരുന്ന ഭാഗത്തായിട്ടുള്ള പണികളൊക്കെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വളവനാട് അണ്ടർപാസ് എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇവിടെ ഇപ്പം വലത്തേ സൈഡിലായിട്ട് കുറച്ച് റെഡിമെയ്ഡ് ഡ്രൈനേജിൻ്റെ പാർട്സ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിപ്പം നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് നമ്മളിപ്പം കാണുന്ന സ്ഥലത്ത് ഇടത്തേ സൈഡിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിക്കാനുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു പഴയൊരു കലുങ്ക് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർവീസ് റോഡിൻ്റെ പണിയും ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പണി കുറച്ച് പുരോഗമിച്ചാൽ ഡ്രൈനേജിൻ്റെയൊക്കെ പണി ഇച്ചിരി തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ പിന്നെ സർവീസ് റോഡിൻ്റെയൊക്കെ പണികൾ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് തന്നെ വലത്തേ സൈഡിലുള്ള സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ ഇപ്പം എറണാകുളം ഡയറക്ഷനിലോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആലപ്പുഴയിലോട്ട് പോകുന്ന വാഹനങ്ങൾ ഇടത്തേ സൈഡിൽ ഇപ്പം കുറച്ച് ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ട് ഉള്ള സ്ഥലത്തുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടത്തേ സൈഡിലൊക്കെ നമുക്ക് ഈ ഡ്രൈനേജിൻ്റെയൊക്കെ തൊട്ട് ഇടത്തേ സൈഡിൽ ഇച്ചിരി താഴ്ചയുള്ള സ്ഥലമാണ്. അപ്പം അതുവഴിയൊക്കെ വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിച്ച് പാർക്ക് ചെയ്യണമെന്നേ പറയത്തുള്ളൂ. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മളിപ്പം വളവനാട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. വളവനാട് അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പ്രധാനമായിട്ട് ഇനി പണി പൂർത്തിയാക്കേണ്ടത് രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകളൊക്കെ കഴിയാനുണ്ട്. അപ്പോൾ ഇവിടെ വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണം ഇവിടെ പൂർത്തിയാക്കാനായിട്ട് ബാക്കിയുണ്ട്. ഇവിടെ മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണികൾ കുറച്ച് പുരോഗമിച്ചിരിക്കുകയാണ്. നമ്മളിപ്പം കഴിഞ്ഞു പോയ സ്ഥലത്തിപ്പം ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പല സ്ഥലത്തുമായിട്ട് ക്യാമറ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വേസ്റ്റ് കൊണ്ടിടുന്നവർ പിടിക്കപ്പെടും. പിടിച്ചു കഴിഞ്ഞാൽ 25,000 രൂപയിൽ കുറഞ്ഞ് ഫൈൻ അടിച്ച് തരത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം വേസ്റ്റ് കൊണ്ടുവന്ന് കളയാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞേച്ച് വളവനാട് ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. വളവനാട് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ കൃപാസനം
വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കലവൂർ അണ്ടർപാസ്. അപ്പോൾ ഇവിടെ പഴയ പോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൃപാസനം പള്ളി വരുന്ന ഭാഗത്തായിട്ടുള്ള സ്ഥലത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ടോൾ പ്ലാസ വരുന്നത്. ടോൾ പ്ലാസയുടെ നിർമ്മാണം വലുതായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. അവരിപ്പം കുറച്ച് പണികളിങ്ങനെ റോഡിലിങ്ങനെ പണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടൊരു ബിൽഡിങ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ കുറച്ച് ഭാഗം കോൺക്രീറ്റും പിന്നെ വലത്തെ സൈഡിൽ കുറച്ച് ഭാഗം ടാറിങ്ങുമാണ്. അത് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം കോൺക്രീറ്റ് ചെയ്യുന്ന സ്ഥലം അത് വലത്തെ സൈഡിലോട്ട് മാറ്റി പിന്നെ ഇടത്തെ സൈഡിൽ കൂടിയാണ് പിന്നെ ടാറിങ് വർക്കുകളുള്ള റോഡാക്കി മാറ്റുന്നത്. നമ്മളിങ്ങനെ നേരെ കൃപാസനം പള്ളി വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ടോൾ പ്ലാസയും പിന്നെ പ്രധാനപ്പെട്ട ഒരു പള്ളിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം എന്താകുമെന്നൊരു പിടിയില്ല. ഓൾറെഡി നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക് ഈ ഒരു പള്ളിയുടെ മുമ്പിലായിട്ടുണ്ട്. പിന്നെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് ഇടത്തെ സൈഡിലായിട്ട് കൃപാസനം പള്ളിയുടെ ഒരു ഭാഗമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പം നിലവിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഒട്ടുമിക്ക വാഹനങ്ങളും കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുന്നത്. പണിയൊക്കെ കഴിഞ്ഞ് വെച്ച് പിന്നെ എന്താവുമോ എന്തോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി കലവൂർ അണ്ടർപാസ് വരുന്ന ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കലവൂർ അണ്ടർപാസിൻ്റെ വലത്തേ സൈഡിലുള്ള ഭാഗം ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. എറണാകുളം ഡയറക്ഷനിലോട്ട് വരുന്ന വാഹനങ്ങൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ആ ഒരു വഴി കൂടിയാണ് കടന്നു വരുന്നത്. പിന്നെ നമ്മൾ തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾ ഇടത്തെ സൈഡിലുള്ള സർവീസ് റോഡ് വഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നിക്കുന്നത് പാതിരാപ്പള്ളി വരെ അണ്ടർപാസിൻ്റെ അടുത്ത് വരെ ഉള്ള ഭാഗം കഴിഞ്ഞ് പൂങ്കാവ് വരെയുള്ള സ്ഥലത്ത് വരെ എനിക്ക് തോന്നിക്കുന്നത് മെയിൻ ആറുവരിപ്പാത ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലോക്ക് ഇല്ലാതെ തന്നെ ഇവിടെ വരെ അല്ലെങ്കിൽ അവിടെ വരെ പോകാനുള്ള വഴി ഒരുക്കി കൊടുത്തിട്ടുണ്ട് KCC ബിൽക്കോൺ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഈ പല സ്ഥലത്തും ഇപ്പം ഇവിടെ കൺസ്ട്രക്ഷൻ ഇതുവരെയായിട്ടും പൂർത്തിയായിട്ടില്ല. ആറുവരിപ്പാതയുടെയൊക്കെ ആദ്യത്തെ ലെയർ ടാറിങ് വർക്കുകളാണ് കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പല സ്ഥലത്തും ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലുമായിട്ടുള്ള ക്രാഷ് ബാരിയറിനകത്തുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റ് കൊണ്ടുപോകുന്ന വണ്ടിക്കകത്തുനിന്ന് കുറച്ച് കോൺക്രീറ്റ് ഇങ്ങനെ റോഡിലോട്ട് വീണിട്ട് ഇങ്ങനെ ചെറിയൊരു കൂന പോലെ പല സ്ഥലത്തും ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ബൈക്കിൽ പോകുന്നവർ ചിലപ്പം ശ്രദ്ധിക്കാതെ അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ തെറിച്ച് റോഡിൽ വീഴുമെന്നുള്ളത് ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും അത് ഇങ്ങനെ കൂന പോലെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ നേരെ കലവൂർ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. കലവൂർ അണ്ടർപാസിൻ്റെയൊക്കെ കാഴ്ചകൾ ഇതാണ്. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ കലവൂർ അണ്ടർപാസിൻ്റെയൊക്കെ ഇനി രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകളൊക്കെയാണ് പുരോഗമിക്കാനുള്ളത്. വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി വലിയ കലവൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. കലവൂർ കഴിഞ്ഞേച്ച് പിന്നെ നേരെ വലിയ കലവൂർ അണ്ടർപാസ് വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അതിന് മുമ്പേ നമുക്കിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് കൺസ്ട്രക്ഷൻ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മീഡിയൻ വരുന്ന ഭാഗത്തൊന്നും തൊട്ടിട്ടില്ലായിരുന്നു. അവർ KCC ബിൽക്കോൺ ഇപ്പം കുറച്ച് പണി ഇപ്പം പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെയും ഇതേപോലെ തന്നെ മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലുമായിട്ടും ഉണ്ട്. മെയിൻ റോഡിലോട്ടും ഉണ്ട്, പിന്നെ സർവീസ് റോഡിലോട്ടും വെട്ടമടിക്കത്തക്ക രീതിയിലാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പല സ്ഥലത്തും വെച്ചിരിക്കുന്നത് മെയിൻ ആറുവരിപ്പാതയിലോട്ടുള്ള ലൈറ്റ് വരത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഇനിയിപ്പം എനിക്ക് തോന്നുന്നു രണ്ടാമത് ഒരു പാർട്സ് കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടാണ് സർവീസ് റോഡിലോട്ടുള്ള ലൈറ്റ് വെക്കുന്നത്. അപ്പോൾ അത് ഇനി പിന്നെ കൊണ്ടുവന്ന് പിടിപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. നമ്മൾ കലവൂർ കഴിഞ്ഞ് വലിയ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്താറായിട്ടുണ്ട്. ഇവിടെ വേണ്ട ഒരു എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും ഇവിടെയും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റൊക്കെ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മഴക്കാലമായ സമയത്ത് ഞാൻ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം ഭാഗത്തോട്ട് പോയപ്പം വലത്തെ സൈഡിൽ സർവീസ് റോഡിൽ മിക്ക സ്ഥലത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു. അത് അന്നേരം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പം ആലപ്പുഴ കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളം ഭാഗത്തോട്ട് പോകുമ്പോൾ മിക്ക സ്ഥലത്തും സർവീസ് റോഡിൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം KCC ബിൽക്കോൺ അത് പരിഹരിക്കുമെന്നാണ് കരുതുന്നത്. ഇനി നമ്മൾ നേരെ വിട്ടടിച്ച് പാതിരാപ്പള്ളി അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത്. പാതിരാപ്പള്ളി അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വലിയ കലവൂർ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. പഴയ പോസ്റ്റ് ചിലയിടത്തൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ ഇനി തൂക്കിയെടുത്ത് എത്തെറിയേണ്ട പണി ബാക്കി കിടക്കുകയാണ്.
അപ്പോൾ നേരെ ഇനി മുമ്പോട്ട് പോകുന്നിടത്ത് നമുക്കിപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ വരുന്ന ഭാഗത്തായിട്ടുള്ള പണി കഴിഞ്ഞിരിക്കുകയാണ്. കോൺക്രീറ്റ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ കൂടി പണികൾ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വലിയകലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പാതിരാപ്പള്ളി അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് വരെയുള്ള വീഡിയോ പരിശോധിച്ചപ്പം പറയത്തക്ക പണി തീരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും മീഡിയൻ വരുന്ന ഭാഗത്തെ പണികളാണ് കഴിയാനുള്ളത്. അതിപ്പം കഴിഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അടുത്ത അണ്ടർപാസ് നമ്മൾ എത്താൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാപ്പള്ളിയാണ്. അത് കഴിഞ്ഞേച്ച് പിന്നെ അടുത്ത അണ്ടർപാസ് പൂങ്കാവ്, അടുത്ത അണ്ടർപാസ് പിന്നെ തുമ്പോളി, പിന്നെ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് കൊമ്മാടിയിൽ എത്തുമ്പോൾ പിന്നെ അവിടെ ഒരു ചെറിയൊരു മിനി ഫ്ലൈ ഓവർ പോലെ ഉണ്ട്. അപ്പോൾ അതും അണ്ടർപാസ്സാണ്. അപ്പം അവിടോട്ടാണ് ഇനി നമ്മുടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരെ പാതിരാപ്പള്ളി അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടി കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് 2 സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ KCC ബിൽക്കോൺ ഇപ്പം വലുതായിട്ടങ്ങും ചെയ്തിട്ടില്ല. ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകളാണ് കഴിഞ്ഞത്. എല്ലായിടത്തെയും പണിയൊന്ന് സെറ്റാക്കിയതിന് ശേഷം രണ്ടാമത്തെ ലെയർ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ലൈൻ മാർക്കിംഗ് ഒക്കെ തുടങ്ങാനുള്ള പദ്ധതിയിലാണ് ആണെന്ന് തോന്നുന്നു KCC ബിൽക്കോൺ. ഇപ്പോൾ പാതിരാപ്പള്ളി അണ്ടർപാസ് കഴിഞ്ഞ് പിന്നെ അടുത്ത അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂങ്കാവ് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം 21/6/2026 ഞായറാഴ്ച ആണ് എടുത്തത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയ്ക്കകത്ത് ഡേറ്റ് പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഇതാണ് പക്ക 21/6/2026 ഞായറാഴ്ച, 2 ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ്. അപ്പം നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പൂങ്കാവ് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂങ്കാവ് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പും പാതിരാപ്പള്ളി അണ്ടർപാസിൻ്റെ ഇടയ്ക്കായിട്ടൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് എൻട്രി എക്സിറ്റ് പോയിൻറ്റിന് വേണ്ടിയിട്ടുള്ള. നമ്മൾ ഈ ഒരു പൂങ്കാവ് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ കൺസ്ട്രക്ഷനൊക്കെ കുറേയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. 2 സൈഡിലും ഈ ഒരു ഭാഗത്തായിട്ട് അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ട് 2 സൈഡിലുമായിട്ട് തന്നെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പേ നമുക്കിപ്പം ഇവിടെ വരെ 2 സൈഡിലും കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്നിടത്ത് കണ്ട് ഇവിടെ നടുക്കായിട്ട് തന്നെ ഒരു പോസ്റ്റ് നിൽപ്പുണ്ട്. അതും എടുത്ത് അയ്യത്തെറിയേണ്ട പണി ബാക്കി കിടക്കുകയാണ്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് 2 സൈഡിലും ഈ ഒരു ഭാഗത്ത് പിന്നെയും ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് വർക്കുകൾ ബാക്കി കിടക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. അടുത്ത ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പോളിയിലെ കൺസ്ട്രക്ഷനാണ്. തുമ്പോളിൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മളിവിടെ വലത്തേ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ക്രാഷ് ബാരിയറിനകത്ത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനും വലത്തേ സൈഡിലായിട്ട് റോഡിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മീഡിയൻ വരുന്ന ഭാഗത്തെയും കോൺക്രീറ്റ് ഇനി ചെയ്ത് തീർക്കാനുണ്ട്. അതിൻ്റെ പണികളൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പം നമ്മൾ നേരെ തുമ്പോളി അണ്ടർപാസ് കഴിഞ്ഞേച്ച് നേരെ ഇനി കൊമ്മാടിയിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരെ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിയുമ്പം ആലപ്പുഴ ബൈപ്പാസിലോട്ട് കയറും. അപ്പോൾ ഇവിടെ വരെയുള്ള പണികൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം SL പുരം വരുന്ന ഭാഗത്തായിട്ടാണ് ഇതുവരെയായിട്ടും വലിയ പണിയൊന്നും പുരോഗമിക്കാൻ 2.5 മാസം കഴിഞ്ഞതിന് ശേഷം വലുതായിട്ട് പണി ഇല്ലാതിരുന്നത്. ഇത്രയും വീഡിയോ ചെയ്തതിനിടയ്ക്ക് SL പുരം കഞ്ഞിക്കുഴി വരുന്ന ഭാഗത്തായിട്ടാണ് വലുതായിട്ട് പണി ഇല്ലാതിരുന്നത്. പിന്നെ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ കൊമ്മാടിയിലോട്ട് എത്തുമ്പോഴും പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് സംഭവിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 2.5-3 മാസത്തിന് മുമ്പെയുള്ള വീഡിയോ പരിശോധിച്ച് നോക്കിയപ്പോഴും ഇവിടെ ഇതേപോലൊക്കെ തന്നെയുള്ള കാഴ്ചകളാണ്. അവർ വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ഈ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടിപ്പം അതുവഴിയാണ് വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേർത്തല ഒറ്റപ്പുന്ന മുതൽ ആലപ്പുഴ ബൈപ്പാസ് ആരംഭിക്കുന്ന കൊമ്മാടി വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ചാൽ മാത്രം പോരാ, ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടെ ഉണ്ട്, അതോടെ പിടിച്ച് നിൽക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത്രയും വലിയ സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക. അടുത്ത നമ്മുടെ വീഡിയോ ആലപ്പുഴ ബൈപ്പാസ് ആയിരിക്കും.